ഹായ് കേരളത്തിലെ മക്കളുമാരെ, നമ്മുടെ കേരളത്തിലെ നമുക്ക് ഇടതും വേണം വലതും വേണം. പക്ഷേ ഒരു മന്ത്രിമാരും നമ്മുടെ നാട് നശിക്കാൻ അവർ സ്വന്തമായിട്ടൊന്നും ചെയ്യില്ല. അണികളാണ് വിശ്വാസമായിട്ട് ഒരു മന്ത്രിയും ഒരു താഴെത്തട്ടിലുള്ളവരെ അധികമായിട്ട് വിശ്വസിക്കാൻ പാടില്ല. കാര്യം നാടിന് കുഴപ്പമുണ്ടാവുമോ പാർട്ടി സംവിധാനത്തിന് കുഴപ്പമുണ്ടാവുമോ എന്ന് നമ്മൾ തിരിച്ചറിയാൻ തന്നെ വേണ്ടി വരും. അതെ, ഇത്രയും നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടില്ല ഭരണം കിട്ടിയതിന് ശേഷം, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ന് വരെ അത് മന്ത്രിമാരുടെ കുടുംബത്തെ വരെയാണ് സമൂഹത്തിൽ കൊണ്ടുവന്ന് ആൾക്കാർ ഓരോ ചോദ്യം ചെയ്യുകയും എല്ലാ രീതിയിലും കുറ്റപ്പെടുത്തലും കളിയും. ഇത് നമ്മുടെ ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ട് കുറച്ച് കാലം കൊണ്ടാണ്. മന്ത്രിമാർ ഒരാളെയും വിശ്വസിക്കാൻ പാടില്ല. ഒരു പദവി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുന്നോ ഇല്ലെന്ന് കറക്റ്റായിട്ട് ഓരോ ആഴ്ചയിലും മാസം ചെക്ക് ചെയ്യേണ്ടി തന്നെ വരും. സംവിധാനങ്ങൾക്കും നാടിനും അല്ലെങ്കിൽ പാർട്ടി സംവിധാനങ്ങൾക്കും കുഴപ്പമുണ്ടാവോ ഇല്ലയോ, അല്ലെങ്കിൽ അത് അവർ ചെയ്തോ ഇല്ലെന്ന് അറിയേണ്ട തന്നെ വരും. വിശ്വസിച്ച് ഏൽപ്പിച്ചതിൻ്റെ പേരിലാണ് പിണറായി സർക്കാരിന് ഇത്ര തോനെ താഴോട്ട് പോയത്. അത് തർക്കമൊന്നുമില്ല. നമ്മൾ അണികൾ എഴുതി കൊടുക്കുകയും അത് എഴുതി കൊടുക്കുമ്പോൾ അത് നോക്കുക, ഇത് ശരിയാണെന്നോ തെറ്റാണെന്ന്. അത് വിശ്വാസമാണ്. പിണറായി സർക്കാരിന് മന്ത്രിക്ക് വന്നത് വിശ്വാസമായി പോയി. അതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പാർട്ടി ഇത്ര തോനെ താഴോട്ട് പോകാൻ പാടില്ല. നമുക്ക് വിഷമമുണ്ട് CPM ഒക്കെ ഇങ്ങനെ താഴോട്ട് പോവാന്ന് പറയുമ്പോൾ. അണികൾക്ക് നല്ല ഉത്കണ്ഠ വേണം. അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ. ജനങ്ങൾക്ക് നന്മയുണ്ടോ, പാർട്ടി സംവിധാനത്തിന് കുഴപ്പമുണ്ടാവുമോ, അല്ലെങ്കിൽ ചീത്തപ്പേരുണ്ടാവുമോ. ഒരു പാർട്ടിയും നിൽക്കുന്ന മന്ത്രിമാരും, അത് മെയിൻ മന്ത്രിമാർ നാട് നശിക്കാൻ സ്വന്തമായിട്ട് ചെയ്തില്ല. നാട് നശിക്കാൻ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകണ്ടായോ. അതുകൊണ്ട് എഴുതി കൊടുക്കുമ്പോഴും പറയുമ്പോഴും അത് ചെയ്തോ ഇല്ലെന്ന് കറക്റ്റായിട്ട് നോക്കേണ്ടി വരും. നോക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും അതിനെ നേർവഴിക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇതേമാതിരിയാണ്. ഇപ്പോൾ പഴയ കാലമല്ല, ഇപ്പോൾ പുതിയ കുട്ടികളാണ്. അവർക്ക് നല്ല തിരിച്ചറിവുണ്ട്. നമ്മൾ കേട്ട് പോലുമില്ല. നമ്മുടെ പാർട്ടി മന്ത്രിമാരുടെയൊക്കെ വീട്ടിൽ ഉള്ളവരെയൊക്കെ സമൂഹത്ത് കൊണ്ടുവന്ന് വലിച്ച് ഇട്ടിട്ട് ഓരോ കാര്യങ്ങൾ. നമ്മൾ ഒരു ചാനലുകാരും തെറ്റ് വരണ്ട. അവരുടെ കയ്യിൽ ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് തെറ്റാണെന്ന് അറിയാൻ വേണ്ടി അവർ കിഴിച്ചതും മുളച്ചതും ഒക്കെ ചോദിക്കും. കാര്യം അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടെന്ന് അറിയാം. കാര്യം അവർ സമൂഹത്തെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അവർക്ക് കുഴപ്പമുണ്ടാവരുത്. സത്യസന്ധതയോടുകൂടി അവരെല്ലാം എന്നെങ്കിൽ അതിലെന്തോലും കള്ളത്തരങ്ങളോ കാപട്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിയമപാലകന്മാർക്കും അത് മനസ്സിലാക്കാൻ കഴിയൂ. അത് ഉണ്ടാവാണ്ടിരിക്കണമെങ്കിൽ മെയിൻ മന്ത്രിമാരുടെ കയ്യിലാവും.